എൻ്റെ ഭാര്യ വന്നിട്ടുണ്ട്, സ്ട്രോക്ക് വന്ന് കടന്നവളാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ തിരുവനന്തപുരത്തെ കാട്ടാക്കട ഇത്രയും ദൈവജനത്തിനോടൊപ്പം തന്നെ എനിക്ക് ആരാധിക്കാൻ കിട്ടിയ ഈ വന്ന സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്തു. എൻ്റെ കർത്താവ് എന്നെ ഇത്രത്തോളം നടത്തിയത് എൻ്റെ കർത്താവിൻ്റെ കൃപയാണ്. ഞങ്ങളുടെ കഴിവോ മിടുക്കമൊന്നുമല്ല, എൻ്റെ കർത്താവിൻ്റെ കൃപ മാത്രമാണ്. ഹൈന്ദവ ആചാരപ്രകാരം ഞങ്ങൾ ജീവിച്ചു. എന്നാൽ എൻ്റെ കർത്താവെ ഞങ്ങളെ മരണത്തിന് തുല്യമായ ജീവിതത്തിലൂടെ കടന്നുപോയപ്പോൾ ഒരു വിശ്വാസികളെയും ഞങ്ങളെ കണ്ടില്ല. എന്നാൽ എൻ്റെ കർത്താവ് ഞങ്ങളെ മുന്നമേൽ കണ്ട എൻ്റെ കർത്താവാണ് എന്നെ ഇത്രത്തോളം നടത്തിയത്. ആർക്കും ഒരു പരസഹായമില്ല. ഞാൻ കട്ടിലിൽ കിടന്നപ്പോഴും ഞങ്ങൾ വിശ്വസിച്ച ദൈവങ്ങൾ ഞങ്ങളെ കൈവിട്ടു. ഞങ്ങൾക്ക് വേണ്ടി ആര് ബന്ധുക്കളില്ല, സ്വന്തക്കാരില്ല. എന്നാൽ ഒരു ദൈവദാസനോട് ഞങ്ങൾ വിശ്വാസത്തിലറിഞ്ഞു. ഒരു പ്രാർത്ഥനയിലൂടെ ഞാൻ എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. അത് ഞങ്ങൾ 3 വർഷത്തോളം ഞങ്ങൾ ഈ വിശ്വാസമായി മുന്നോട്ട് പോയി. പക്ഷേ ഞങ്ങൾ ആ ബെന്തിക്കോസ് ചർച്ച് വിട്ടു പോകില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങളുടെ സഭ ഞങ്ങളെ തഴയാൻ തുടങ്ങി. പണമുള്ളവർക്ക് മാത്രമേ ബെന്തിക്കോസ് ചർച്ച ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ദേവദാസനെ ഞങ്ങളുടെ ചർച്ചിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നതാണ് ദേവദാസൻ. അതുവഴി ഞങ്ങൾ പരിചയപ്പെട്ടു. ഫോൺ വഴി ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെ ദേവദാസനോട് ഞങ്ങൾ ഒരുപാട് നാൾ പറഞ്ഞ് ഞങ്ങളുടെ ഭവനത്തിലൊന്ന് വരണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ദൈവഹിതം എന്നാൽ 3 മാസത്തിന് മുമ്പാണത് ദേവദാസന് ഞങ്ങളുടെ ഭവനത്തിൽ എത്താൻ കഴിഞ്ഞത്. അന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസങ്ങളെ വർദ്ധിപ്പിച്ചു. ഞങ്ങളിലൂടെ ഒരുപാട് ആത്മാക്കൾ ആ ചിറ്റാറിൻ്റെ ദേശത്ത് ബലപ്പെടുത്തുവാൻ എൻ്റെ ദേവദാസനിലൂടെ ഞങ്ങൾക്ക് കഴിഞ്ഞു. എൻ്റെ ദൈവം ഇനി മരണം വരെയും എൻ്റെ ദേവദാസനിലൂടെ ഞങ്ങളുടെ സീനായ് മിനിസ്ട്രി ചിറ്റാറിൽ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിലുപരി എൻ്റെ കുഞ്ഞ് ഏറ്റവും വലിയൊരാഗ്രഹമാണ് ഒരു ഡോക്ടർ ആവണം എന്നുള്ളത്. ഞങ്ങളുടെ ഈ സാഹചര്യത്തിൽ ഒരു രക്ഷയുമില്ലാതിരിക്കുന്ന സമയമാണ് ഒരു ഡോക്ടർ എന്ന പദവിയെ. എന്നാൽ പാസ്റ്ററോട് ഞാൻ ഓരോ അലോട്ട്മെൻറ്റ് വരുമ്പോഴും ചോദിക്കും, പാസ്റ്ററെ നിരാശയോടെ എൻ്റെ കുഞ്ഞ് പറയും, എൻ്റെ പാസ്റ്ററെ 1 പോയിൻറ്റിനാണ് ഞാൻ പോയത് എന്നൊക്കെ പറയും. 3ാമത്തെ അലോട്ട്മെൻറ്റാണ് ലാസ്റ്റിലത്തെ അലോട്ട്മെൻറ്റ്. പക്ഷേ ഞങ്ങൾ ഇതുപോലെ 7 മണിക്കത്തെ പ്രാർത്ഥന കൂട്ടായ്മ ചൂടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ കുഞ്ഞെന്നോട് പറഞ്ഞു, കോഴിക്കോടിൻ്റെ ദേശത്ത് എൻ്റെ കുഞ്ഞിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എൻ്റെ കുഞ്ഞിന് ഡോക്ടറായിട്ട് അഡ്മിഷൻ കിട്ടി. ഇപ്പോൾ അത് ദേവദാസൻ്റെ പ്രാർത്ഥന, ഒറ്റ ഒരു പ്രാർത്ഥന മാത്രമാണ്. അല്ലാതെ ഞങ്ങളുടെ കഴിവൊന്നുമല്ല, എൻ്റെ കുഞ്ഞിൻ്റെ കഴിവല്ല. എന്നേക്കാൾ മുന്നേറിയുടെ കുഞ്ഞുങ്ങൾ ആ കോളേജിലുണ്ട്, പഠിക്കുന്ന. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത്രയും ദൂരം ഞങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെ പഠിക്കാൻ വിടും എന്നൊക്കെയുണ്ട്. കോട്ടയത്ത് മെഡിക്കൽ കോളേജാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. എന്നാൽ അതൊന്നും ദൈവം ഞങ്ങളെ ഒരുക്കിയില്ല. ഏറ്റവും ഉന്നതമായ കോളേജ് ദൈവം നമുക്ക് വേണ്ടി ഒരു കരുതുന്നുണ്ടെങ്കിൽ അത് ഉന്നതമായതായിരിക്കും. അല്ലാതെ വൈകുന്തോറും നമുക്ക് ഓരോ വാഗ്ദത്തങ്ങൾ പിടിക്കുവാൻ അല്ല, നമ്മൾ വാഗ്ദത്തത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. ആ കാത്തിരിക്കുന്ന വാഗ്ദത്തം വലിയ വാഗ്ദത്തമായിരിക്കും. അപ്പോൾ ഞങ്ങൾ ആ കോളേജിൽ ചെന്നപ്പോൾ മോൻ പറഞ്ഞു, എൻ്റെ അമ്മ ഇത്രയും ദൂരം എങ്ങനെയാണ് വരുന്നത്? 16 മണിക്കൂറുണ്ട് ഞങ്ങളുടെ ഇവിടുന്ന് കോഴിക്കോട് എത്താൻ. അപ്പം പറഞ്ഞു, എനിക്ക് ദൂരെ കൂടുതൽ, എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കോളേജിൽ ചെന്നപ്പോൾ അടുത്തിരുന്നവരൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയതാണോ? ആണോ എന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ ഭാഗ്യമാണ്. ഇവിടെ ഒരു സീറ്റിന് കൊടുക്കേണ്ട 15 ലക്ഷം രൂപ തൊട്ട് 20 ലക്ഷം രൂപ വരെയാണ്. ആ സ്ഥാനത്ത് എൻ്റെ കുഞ്ഞിന് അടയ്ക്കേണ്ടി വന്നത് 2500 രൂപ മാത്രമാണ് അലോട്ട്മെൻറ്റിൽ അടയ്ക്കാൻ വന്നത്. ദൈവം ഒരിക്കലും അത് ഏറ്റവും ഉന്നതമായ കോളേജായിരുന്നു. അത്യുന്നതന്മാർ പഠിക്കുന്ന കോളേജിൽ എൻ്റെ കുഞ്ഞിന് പഠിക്കുവാനും ദൈവം ഒരുക്കി. അതുപോലെ തന്നെ നല്ല ഫുഡുകൾ, ആഹാരങ്ങളെല്ലാം ഒന്നിനും ഒരു കുറവ് വരുത്താതെ ഈ നിമിഷം വരെ അവനെ കാത്തു പരിപാലിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അഡ്മിഷനായി പൈസ അടയ്ക്കണം. 30,000 രൂപ ഗവൺമെൻറ് അലോട്ട്മെൻറ്റിൽ അടയ്ക്കണം. ഞങ്ങളുടെ കയ്യിൽ, ദേവദാസനറിയാം, ഞങ്ങളുടെ കൈകളിൽ ഒന്നുമില്ല. ഈ ഓരോ ദൈവത്തോട് ഞങ്ങൾ പറയുക, ഞങ്ങൾ പിറ്റേ ദിവസം അടച്ചിട്ട് വരുന്നത് പിറ്റേ ദിവസം 5 മണിക്ക് മുമ്പായിട്ട് പൈസ അടയ്ക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുമല്ലാതെ ഞങ്ങൾക്കൊന്നും കഴിയത്തില്ല. എൻ്റെ കയ്യിൽ ആകെ പോയിട്ട് വന്നതിൻ്റെ ബാക്കി 5000 രൂപ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ദേവദാസനോട് പറഞ്ഞു, ദേവദാസ എൻ്റെ കയ്യിൽ 5000 രൂപയേ ഉള്ള, എനിക്കറിയത്തില്ല, 30,200 രൂപ 5 മണിക്ക് മുമ്പ് എനിക്ക് അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുമല്ലാതെ ഒന്നുമില്ല. അപ്പോൾ അന്ന് ഇവിടെ വെള്ളിയാഴ്ച പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ 2 മണിയായപ്പോൾ ഞാൻ ദേവദാസനെ വിളിച്ചു, ദേവദാസ ഒരു സമയം 1 മണിക്കൂർ മാത്രമേ ഉള്ളൂ, എടി എങ്ങനെ ഈ പൈസ അടയ്ക്കുമെന്ന് എനിക്കറിയത്തില്ല. ആ ദേവദാസൻ ഞങ്ങളോടൊപ്പം മുഴങ്കാലിൽ മടക്കിയിരുന്ന് പ്രാർത്ഥിച്ചു. ആ 3 മണിന്നൊരു സമയമുള്ളപ്പോൾ ഗൾഫിൽ നിന്ന് ഒരു കോൾ വന്നു. ആ അത്രയും എമൗണ്ട്, 1 രൂപ പോലും കൂടുതലാതെ 30,200 രൂപ ഞങ്ങൾക്ക് അടയ്ക്കുവാൻ സാധിച്ചു. എല്ലാം ഈ ദേവദാസൻ്റെ കഴിവും എൻ്റെ ദൈവത്തിൻ്റെ കൃപയും ഒന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്രയും ദൂരം ഞങ്ങൾ കടന്നു വരാൻ കാരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ലഭിച്ച വിടുതലാണ്. അല്ലെങ്കിൽ അതൊന്നും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു സമയങ്ങൾ പോലും നമ്മൾ പാഴാക്കരുത്. എവിടെ ദൈവത്തെ ഉയർത്താൻ കഴിയുന്നു, ഒരു നാണക്കേടുകളും വിചാരിക്കാതെ ദൈവത്തെ മാനിക്കണം. അതാണ് എൻ്റെ
ജീവിതത്തിൽ എനിക്ക് തന്ന ദൈവം തന്ന ഏറ്റവും വലിയ പാട്. എനിക്കൊരു മടിയുമില്ല. ഞാൻ ഹൈന്ദവാചാര പ്രകാരം വന്ന് ഏറ്റവും ഉന്നതന്മാരുടെ ഇടയിൽ തന്നു. ഈ 6 മാസം തളർന്നു കിടന്നപ്പോൾ ഈ ദൈവങ്ങൾ, ഞങ്ങൾ സേവിച്ച ദൈവം എവിടെ എന്നുള്ളൊരു ചോദ്യത്തിന് മറുപടിയായാണ് നമ്മൾ ജീവിക്കുന്ന യേശു എന്നത്. അത് ഒരു ദൈവത്തെ അറിഞ്ഞവരാരും ഒരിക്കലും പിന്തിരിഞ്ഞു പോകരുതെന്ന ഒറ്റ ഒരു ഉപദേശം മാത്രമേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാനുള്ളൂ. അതിലുപരി എൻ്റെ ദൈവദാസനോട് ഞങ്ങൾ നന്ദി പറയുന്നു. എത്ര പറഞ്ഞാലും വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ തീരാത്ത പോലെ ഒരു നന്ദിയുണ്ട്. അപ്പം എനിക്ക് ഒറ്റ കാര്യം പറയാനുണ്ട്. നിങ്ങൾക്ക് ഇതുപോലൊരു ദേവദാസനെ കിട്ടാൻ വലിയ പുണ്യമാണ്. സത്യം പറയാം, ഞങ്ങൾക്ക് 3 വർഷം പോയി, ഇതുവരെ പാസ്റ്റർമാരൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നിട്ടില്ല. ഇത്രയും ദൂരം ഞങ്ങളോട് വരണമെങ്കിൽ ഇതുപോലെ പാസ്റ്റർ കിട്ടിയത് നിങ്ങൾക്ക് പുണ്യം ഇതാണ്. അതുകൊണ്ട് കിട്ടിയത് പാസ്റ്റർ കിട്ടിയേക്കുന്നത്. എനിക്കിത്രേ പറയാനുള്ളൂ.